ഈ മഴക്കാലം വന്നാൽ പിന്നെ ചെടികൾക്ക് നല്ല സന്തോഷമായിരിക്കും, കാരണം വെള്ളം ഇഷ്ടം പോലെ കിട്ടുമല്ലോ. പക്ഷേ നമുക്ക് നല്ല പണിയായിരിക്കും. നിർത്താതെ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ 10 മണിയുടെ കാര്യമൊക്കെ എന്താവുന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ നിറഞ്ഞു കാണാൻ വേണ്ടിയിട്ടാണ് ആ കല്ലൊക്കെ ഞാൻ എടുത്ത് മാറ്റിയത്. അല്ല, അവിടെയൊക്കെ എങ്ങനെയാണ്, നിങ്ങൾക്ക് മഴയൊക്കെ പിടിച്ചോ? ഈ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ക്ലീനിങ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ നമുക്കിതൊരു വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. കാരണം ഇതിൻ്റെ ഇടയിലുള്ള കള പറിക്കലും പിന്നെ എന്താ മഴ പെയ്യുമ്പോഴും അല്ലെങ്കിലും എല്ലാം ഇലയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞിട്ടുണ്ടാവില്ലേ, അതൊക്കെ അടിച്ചു വാരി നല്ല നീറ്റായിട്ട് കിടക്കുമ്പോഴല്ലേ ഗാർഡൻ കാണാൻ ഭംഗിയുണ്ടാവും. എപ്പോഴും ഞാൻ വിചാരിക്കും കേട്ടോ, നല്ല വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ലേ. അതായത് ചിലപ്പോൾ നമുക്ക് ഒരു മൂഡ് വരുമല്ലോ, അപ്പോൾ അങ്ങനെ ആ ഒരു മൂഡൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങും. എന്നിട്ട് നല്ല നീറ്റാക്കിയിട്ട്, അതായത് നമ്മുടെ ഗാർഡനൊക്കെ നല്ല നീറ്റാക്കി നല്ല ഭംഗിയായിരിക്കും. പക്ഷേ അന്ന് ഒരു ഈച്ച പോലും നമ്മുടെ വീട്ടിലേക്ക് വരില്ല. പക്ഷേ ഒരു ദിവസം എങ്ങനെ അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ, മുറ്റമൊക്കെ അടിച്ചു വാരാതെ ഇങ്ങനെ ഇലയൊക്കെ കിടക്കുന്ന ദിവസമായിരിക്കും ആരെങ്കിലും വിരുന്ന് വരിക. നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. നമ്മുടെ കടലാസ് പൂവ് ഇതിപ്പോൾ ആദ്യത്തെ മഴയായതുകൊണ്ടാണ് കേട്ടോ, ഒരു എന്താ വലിയ കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല. ഇനിയിപ്പം ഇതെല്ലാം നിങ്ങൾ വെട്ടണ്ടേ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് മഴ കഴിഞ്ഞിട്ടുള്ള സമയത്താണെന്ന് തോന്നുന്നു വെട്ടേണ്ടത് അല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ രണ്ടാമത് തുടങ്ങിയതാണ്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, അന്ന് ചാനലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ സമയത്ത് ഇങ്ങനെ പ്രൂൺ ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടൊന്നും എന്താ പറയുക, ഞാനും അങ്ങനെ ചാനൽ യൂട്യൂബൊന്നും കാണാറുണ്ടായിരുന്നില്ല. പിന്നെ ആരെങ്കിലും എന്താ ഇത് വെട്ടേണ്ട സമയമായി എന്ന് പറയുമ്പോൾ വെട്ടും. പക്ഷേ പിന്നെ ഞാൻ അറിഞ്ഞത് ഇതിപ്പോൾ നമ്മൾ മഴക്കാലം മൊത്തം കഴിഞ്ഞിട്ട് ഒക്ടോബർ മാസം അങ്ങനെ തോന്നും അല്ലേ വെട്ടേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഇതിങ്ങനെ അങ്ങ് വെച്ചിട്ടുള്ളത്, പൂക്കൾ കൊഴിയുമ്പോൾ കൊഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അതിൻ്റെ ഇടയിലെല്ലാം നന്നായിട്ട് ഈ പുല്ലുകൾ ഉണ്ടാവില്ലേ, കളയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതെല്ലാം അങ്ങ് വൃത്തിയാക്കാനുണ്ട്. നല്ല പണി തന്നെയാണ് ഇതൊക്കെ. പിന്നെയുള്ള സമാധാനം ഈ പുല്ലിലെ കള പറിക്കണ്ടല്ലോ എന്നാ. അത് ഈ ഒരു വർഷത്തെ മഴയ്ക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ എല്ലാ മഴക്കാലത്തും എൻ്റെ വലിയൊരു ടാസ്ക് തന്നെയാണ് ഇത്, ഈ കള പറിക്കുക എന്നുള്ളത്. പണ്ട് ആ പേൾ ഗ്രാസ് ഉള്ള സമയത്ത് അത് വെച്ച് പിടിപ്പിച്ചിട്ട് ഈ പറഞ്ഞ മാതിരി അതിൻ്റെ ഇടയിൽ കൂടെ കള വന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ചായി ഒരു വല്ലാത്തൊരു നാശാവുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇതിപ്പം ഇങ്ങനെ ആയതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമില്ല. ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയാൽ മാത്രം മതി. ആ ചട്ടിയിലുള്ള കള പറിക്കണം എന്നുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ആ 10 മണിയില്ലേ, അതിൻ്റെ ഇടയിലും കൂടെ വൃത്തിയാക്കാനുണ്ട്. എല്ലാം കൂടി ഇന്ന് നടക്കുമെന്നറിയില്ല. നമ്മുടെ വേനൽ കഴിഞ്ഞിട്ട് മഴ പെയ്യുമ്പോൾ ഭയങ്കര സുഖമായിരിക്കും. ആ കാറ്റും തണുപ്പും എല്ലാം നമ്മൾ നന്നായിട്ട് ആസ്വദിക്കും. പക്ഷേ അതിൻ്റെ പിറകിലുള്ള ഈ ഒരു തലേ ദിവസം ഇതൊക്കെ നമ്മൾ കഴിച്ചിട്ട് പിറ്റേ ദിവസം അയ്യോ മുറ്റത്തേക്ക് ഇറങ്ങേണ്ടത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു ഇതായിരിക്കും, ഏതൊക്കെ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. കാരണം കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ആ ഒരു പ്ലാവ് പൊരിഞ്ഞ് വീഴുന്നൊക്കെ. ഞാൻ എല്ലാ വീടിലും ഇതുപോലെ നമ്മുടെ ഗാർഡനിങ്ങിൻ്റെ സമയത്ത് ആ പ്ലാവിനെ അങ്ങ് ഓർമ്മിക്കും. ചിലപ്പം തോന്നും നമ്മളെപ്പോലെ ഇതുപോലെ കുറച്ച് സ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിൽ വലിയ വലിയ മരങ്ങളൊന്നും വെക്കാത്ത നല്ലതെന്ന്. കാരണം എന്തെങ്കിലും ഒരു അപകടം വന്നിട്ട് വീട്ടിലേക്ക് ചായുന്നതിനേക്കാളും നല്ലതല്ലേ അത് വേണ്ടാന്ന് വെക്കുന്നത്. പക്ഷേ നമുക്കൊരു വീട് എന്നുള്ള സ്വപ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു 5 സെൻറ്റ് സ്ഥലമാണെങ്കിലും അതിൽ 2 തെങ്ങും ഒരു മാവും ഒരു പ്ലാവും ഒരു ചിക്കു ചാമ്പക്ക ഇതെല്ലാം വേണമെന്ന്. അതൊരു സ്വപ്ന ലോകം തന്നെയായിരിക്കും. പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുമ്പോഴാണ് അതിൻ്റെ ചില എന്താ പറയുക ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരിക. ഒരുപാട് പറമ്പ് സ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിൻ്റെ നേരെ വലിയ പ്രശ്നങ്ങളായിരിക്കും. കാരണം ഇത് കുറച്ചായതുകൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷേ പറമ്പ് കൂടുതലാകുമ്പോൾ നോക്കാൻ ആളില്ലെങ്കിൽ വലിയൊരു കഷ്ടമാണ്. എൻ്റെ വീട്ടിലെ അവസ്ഥ അങ്ങനെയാണ്. കാരണം അച്ഛനും അമ്മയും ഇതുപോലെ അവർക്ക് ഒരുപാട് സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല, ആളെ പണിക്കാരെ ഇപ്പോൾ കിട്ടുന്നില്ല. അതെല്ലാം ആലോചിക്കുമ്പോൾ വിചാരിക്കും നമ്മളെപ്പോലെ ഉള്ളത് കൊണ്ട് ഓണം പോലെ പോകുന്നതായിരിക്കും നല്ലത്. ഇന്നെ ഇപ്പോൾ രാവിലെ അമ്മ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ, ഇന്നലത്തെ കാറ്റിന് ഉള്ള തേങ്ങ മുഴുവൻ വീണിട്ടുണ്ട്. കഴിഞ്ഞ മാസം തെങ്ങുമ്മ കയറാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടില്ല, എന്താ ചെയ്യുക, ഇതെല്ലാം ഇപ്പോൾ എടുത്തു വെക്കണ്ടേ, ഇതിപ്പോൾ ആരാ എടുത്തു വെക്കുക. ഒരുപാട് പരാതികളായിരുന്നു ഇന്നിപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ നമുക്ക് കിട്ടുന്ന തേങ്ങയിൽ ഒരു പങ്ക് ഇങ്ങോട്ടേക്ക് എത്തുന്നത് കൊണ്ട് എൻ്റെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. എൻ്റെ വിശേഷങ്ങൾ പറഞ്ഞ് എൻ്റെ ഈ പുല്ലും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു അവിടെ എന്താ പെബിള് നമ്മുടെ ആ ഒരു കല്ലില്ലേ അത് അവിടെ ചുറ്റും വെക്കണം എന്നായിരുന്നു അന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് എത്താത്തത് കൊണ്ട് അവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു പൂവില്ലേ ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മൾ പണ്ടത്തെ കോളാമ്പി പൂവില്ലേ അതേപോലത്തെ പൂവാണ്. പക്ഷേ പെറ്റലും ഭയങ്കര തിന്നാണ്, വയലറ്റ് കളറ്. അത് നിറച്ചും കാണാൻ ഭയങ്കര ഭംഗിയാണ്, പെട്ടെന്ന് കാട് പോലെ വളരുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ ചട്ടിയിലായതുകൊണ്ട് അങ്ങനെ കാടാവുകയില്ല, എന്നാൽ ഭംഗിയുണ്ടാവില്ല. അതുകൊണ്ടാണ് അതാ ചിക്കുവിൻ്റെ ചുറ്റും വെച്ചത്. പിന്നെ ഇതില്ലേ
ആ ഒരു വളം നമ്മൾ കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ ഞാനിത് ഉണ്ടാക്കുന്ന രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പം നിങ്ങളിത് കാണുവാണെങ്കിൽ മഴക്കാലത്ത് നടക്കില്ല കേട്ടോ. വേനൽക്കാലത്ത് ഞാനൊന്നങ്ങ് ഉണക്കി പൊടിപ്പിച്ചതാണ്. അതിപ്പം എല്ലാത്തിലും അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പം പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കണ്ടല്ലോ, മഴ ഇങ്ങനെ കിട്ടുമല്ലോ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതങ്ങ് ഇടാമെന്ന്. ചിലപ്പോൾ ഇത് മഴ കഴിഞ്ഞിട്ടാണോ വളം പ്രയോഗിക്കേണ്ടതെന്നൊന്നും അറിയില്ല. പക്ഷേ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഒരു തവണയെങ്കിലും നമ്മൾ ഉപയോഗിച്ച് നോക്കണ്ടേ. നമ്മൾ കുളിപ്പിച്ച് കുഞ്ഞിനെ ഇല്ലാണ്ടാക്കുക എന്നുള്ള അവസ്ഥയില്ലേ. എനിക്ക് തോന്നുന്നു എൻ്റെ ചെടിയുടെ പരിചരണത്തിൽ പലതും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതിപ്പം സമയമില്ലാത്ത സമയത്ത് വളമിട്ടത് കൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമല്ല കേട്ടോ. നമ്മുടെ ആ ഒരു പോപ്പി ഇല്ലേ, പോപ്പി എന്നല്ലേ പറയാം, ഒരു വെള്ളത്തണ്ട് പോലെയുള്ള ആ ഒരു ചെടിയില്ലേ, ചൈനീസ് ബോൾസ് എന്നും പറയുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ. അതിൻ്റെ ഒരു കാര്യമാണ്. കാരണം ഞാൻ അത് നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി വേറൊന്നും ചെയ്യാനില്ല. കാരണം ആ ഒരു രീതിയിൽ വെറും മണ്ണ് മാത്രമായിട്ട് നട്ടു നോക്കി. പിന്നെന്താ, മണ്ണും നമ്മുടെ ഇതില്ലേ മണൽ, അതും കൂടെ മിക്സ് ചെയ്തിട്ട് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ നട്ടുപിടിപ്പിച്ച് നോക്കി. പിന്നെ അതുപോലെ ചകിരിച്ചോറും മണ്ണും മണലും കൂടെ മിക്സ് ചെയ്ത് നോക്കി. എങ്ങനെ വന്നിട്ടും അതങ്ങ് ചീഞ്ഞു പോകുന്നു. പിന്നെ വെള്ളമാണെങ്കിൽ പല വീഡിയോയിലും ഞാൻ കണ്ടിട്ട് ഒന്ന് സ്പ്രേ ചെയ്താൽ മതി, അങ്ങനെയും ചെയ്ത് നോക്കി, സാഫ് ഇട്ട് നോക്കി. എന്നിട്ടും എനിക്കറിയില്ല എൻ്റെ മണ്ണിൻ്റെ പ്രശ്നമാണോ ഇനി ഞാൻ കൂടുതലായിട്ട് അതിനെ കെയർ ചെയ്തുകൊണ്ടാണോ എന്ന്. ഞാൻ അന്ന് നട്ട് പിടിപ്പിച്ചിട്ടുള്ള പോപ്പികളിൽ ഒരൊറ്റൊന്നു പോലും എനിക്കത് പിടിച്ച് കിട്ടിയിട്ടില്ല. എല്ലാം നശിച്ചു പോയി. ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആ പോപ്പി ചൈനീസ് ബോൾസം ഇനി ഞാൻ നട്ട് പിടിപ്പിക്കുന്നില്ല എന്നാണ്. കാരണം അത്രയും ഞാൻ പരാജയപ്പെട്ടു പോയി. നമ്മുടെ ചെടികളും പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതൊക്കെ ചെറിയ ചെറിയ സങ്കടങ്ങളാണെങ്കിലും നമുക്ക് വലിയ കാര്യമായിരിക്കുമല്ലോ. കാരണം ഞാൻ പറയുന്നത് അതല്ല, ഞാനിപ്പം ഇതൊക്കെ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയുന്നത് പോലെ വീട്ടിൽ ഇവിടെ ഇങ്ങനെ പറയും കേട്ടോ. പക്ഷേ എൻ്റെ ഹസ്ബൻഡിനും മോക്കും ഒന്നും ഇതൊന്നും ഈ ചെടിയൊന്നും വലിയൊരു ക്രേസുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ വലിയ കാര്യത്തിലായിരിക്കും പറയുക. പക്ഷേ അവർ വെറുതെ എനിക്ക് വേണ്ടിയിട്ട് കേൾക്കുന്നത് പോലത്തെ അവസ്ഥയായിരിക്കും. അതുപോലെ ആയിരിക്കും നിങ്ങളിൽ പലർക്കും ഞാൻ ഈ ഒരു സില്ലി കാര്യങ്ങളൊക്കെ പറയുമ്പം തോന്നുക. പിന്നെ ഞാൻ ഈ ഒരു സൈഡിലെ പൂക്കളൊന്നും ഇല്ലാത്ത നമ്മുടെ അഗ്ലോണിമ പോലെയുള്ള ചെടികളൊക്കെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. കാരണം ഇവിടെ നല്ല തണലാണ്. അപ്പോൾ ഈ ഒരു ചെടിയുടെ പച്ചപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയ അതിനായിട്ട് മാറ്റി വെച്ചതാണ്. പിന്നെ കൂടുതൽ ചെടികൾ കൊണ്ട് നടക്കാനൊന്നും തൽക്കാലം ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഒന്നാമത് എനിക്ക് നോക്കി നടത്താൻ സമയവും ഇല്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി പോപ്പി എൻ്റെ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്ത് നിറച്ചും പോപ്പി ഉണ്ടാവണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം, നമ്മുടെ ആ ഒരു ചൈനീസ് ബോൾസേ. പക്ഷേ അതിപ്പം ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട് തന്നെ ആ ഒരു ചട്ടികളൊക്കെ ഇങ്ങനെ മണ്ണായിട്ട് ഇങ്ങനെ മാറി കിടക്കുവാണ്. അതെല്ലാം ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷേ കൂടുതൽ ചെടികൾ ഇനി വേണ്ടാന്ന് തന്നെ വിചാരിക്കുന്നത്. ഉള്ളത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ മാങ്ങയൊക്കെ ഈ വർഷം നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഈ മാവിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, ആദ്യമായിട്ട് കായ്ച്ചതാണ്. നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ അങ്ങനെ അങ്ങ് കൊഴിഞ്ഞു പോയി, അധികം മൂക്കുന്നതിൻ്റെ മുന്നേ. അതുകൊണ്ട് തന്നെ പഴുത്തിട്ട് കഴിക്കുക എന്നുള്ള പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ ഏതാണ്ടൊരു വാടിപ്പഴുത്തത് പോലെയൊക്കെ ഉള്ളതൊക്കെ എടുത്തു. കുറേയൊക്കെ അടുത്ത വീട്ടിലും എൻ്റെ വീട്ടിലും എല്ലാം അങ്ങ് കൊടുത്തു, ഹസ്ബൻഡിൻ്റെ വീട്ടിലെല്ലാം അങ്ങ് കൊടുത്തു. അങ്ങനെ അങ്ങ് ഇത്തവണത്തെ മാങ്ങയുടെ വിശേഷം അങ്ങ് തീർന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം വിട്ടുപോയി കേട്ടോ പറയാൻ. നമ്മുടെ ഇതിൻ്റെ തൊട്ട് മുന്നേ ഉണ്ടായിരുന്നില്ല അടുക്കള വൃത്തിയാക്കാനുള്ള കുറച്ച് ടിപ്സ് എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ. അത് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടിട്ട് കുറച്ച് കമൻസൊക്കെ ഇട്ടപ്പോൾ ഭയങ്കര സന്തോഷം. എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോസിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ടിപ്സ് തന്നെ ആയിരിക്കുന്നു. പക്ഷേ ഗാർഡൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വല്ലപ്പോഴും ഈ ഒരു മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ അതൊന്ന് വീഡിയോ ആയിട്ട് എടുക്കുന്നത്. അപ്പം ഈ അടുക്കളയിലെ ടിപ്സോ അല്ലെങ്കിൽ വീട്ടിൻ്റെ ക്ലീനിങ്ങോ കണ്ടിട്ട് കൂടെ വന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ എത്തിയ ഇഷ്ടത്തോടെ വന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഗാർഡൻ വീഡിയോ കാണുമ്പോൾ അയ്യോ ദയവ് ചെയ്ത് നിങ്ങൾ പോവല്ലേ. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസും നമുക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസൊക്കെ ഞാൻ ഇനിയും കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് സക്സസ് ആണെന്ന് തോന്നുമ്പോഴല്ലേ അത് നിങ്ങൾക്ക് പറഞ്ഞതുകൊണ്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങ് പോസ്റ്റ് ചെയ്യാതെ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ഓക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് പറയുന്നത്. ആ ഒരു വിളക്കിൻ്റെ കാര്യമൊക്കെ ഇല്ലേ, വിളക്ക് തേച്ച് കഴുകുക ഉള്ള എളുപ്പത്തിലുള്ള മാർഗ്ഗമൊക്കെ, അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുന്നേ ഞാനൊരു തവണ ചെയ്തു നോക്കിയിട്ട് എനിക്ക് ഓക്കെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. അതും ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടിട്ട് സക്സസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരാൾ പറഞ്ഞിരുന്നു ഇങ്ങനെ നമ്മുടെ വിനാഗിരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ ഒരു ഓടില്ലേ അതങ്ങ് പെട്ടെന്ന് ചീത്തയായി പോകുന്നു. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ദിവസമോ അല്ലെങ്കിൽ ഒന്നരാടോ വിളക്കൊന്നും തേച്ച് കഴിയില്ലല്ലോ, ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ആയില്ലേ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇത് ചീത്തയായി പോകുന്നത് കൃത്യമായിട്ട് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ അവർ പറഞ്ഞത് ചിലപ്പം എന്നെക്കാളും അറിവുള്ളത് കൊണ്ടായിരിക്കും ഞാനത് നിങ്ങളടുത്ത് പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം വ്യത്യാസം ഉണ്ടെങ്കിൽ ആ വിനാഗിരിയുള്ള പ്രയോഗം ചെയ്യേണ്ട, മറിച്ച് നമ്മുടെ ഒരു ഓടിൻ്റെ പൊടിയില്ലേ അത് വെച്ചിട്ട് ചെയ്താൽ മതി. അതിപ്പം ആ വീഡിയോൻ്റെ കാര്യം ഇതിൽ പറഞ്ഞത് നിങ്ങളടുത്ത് എനിക്ക് കൺവേ ചെയ്യാൻ വേറൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടാണ്
അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ക്ലീനിങ് മുന്നിലത്തെ വശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു കരിയില ഇവിടെ ഇട്ട് നിറച്ച് വെച്ചിട്ടുള്ളൊരു ഏരിയ ഇല്ലേ, അതന്ന് കരിയില പോക്കിയതിന് ശേഷം ഇപ്പോൾ ഞാൻ എപ്പോഴും ഇവിടെയുള്ള ഇലകളെല്ലാം അങ്ങ് പോക്കും. പണ്ട് ആ പാമ്പ് വന്ന കഥയൊക്കെ ആ ന്യൂസൊക്കെ കേട്ടതിന് ശേഷമാണ് അത് ഞാൻ അങ്ങ് ഒഴിവാക്കിയത്. അതുകൊണ്ട് ഇവിടെ കാണാനിപ്പോൾ നല്ല ഭംഗിയൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ചീരിയ വിത്തൊക്കെ അങ്ങനെ നട്ടിട്ട് പാകി റെഡിയാക്കണം. നേരെയില്ലാത്ത വിഷയമാണ് എൻ്റെ മുന്നിലുള്ള ആകെയുള്ള പ്രശ്നം. അപ്പം പലരും വിചാരിക്കും നിങ്ങളിപ്പം രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നേരെയില്ലാണ്ടാവുന്നതെന്ന്. പക്ഷേ കുറച്ച് പേർക്കും അറിയാലോ, ഞാനൊരു ചെറിയൊരു ജോലിക്ക് കൂടെ പോകുന്നുണ്ട്. ബാക്കിയുള്ള സമയത്തൊക്കെയാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പം പറഞ്ഞ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വീഡിയോ കണ്ട് എല്ലാ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതും പിന്നെ പലപ്പോഴും ഇടയിൽ ജോയിൻ ചെയ്യുന്നവരെല്ലാം ഒരുപാട് പേരുണ്ട്. എല്ലാവരോടും എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരുപാട് സ്നേഹത്തോടെ ഞാനത് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതിന് മുന്നേ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാനും വിട്ടുപോകല്ലേ. നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് കാണാം അല്ലേ. താങ്ക്